തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSSPA കൊച്ചി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നു. 12 ശമ്പള പെൻഷൻ പരിഷ്കരണ കമ്മീഷൻ അടിയന്തരമായി നിയമിക്കുക, തരാനുള്ള 16% ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക, മെഡിസെപ്പ് അപാകതകൾ പരിഹരിക്കുക, മെഡിസെപ്പിലെ പ്രീമിയം വർധന പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KSSPA കൊച്ചി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മട്ടാഞ്ചേരി സബ് ട്രഷറിക്ക് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ട്രഷറികൾക്ക് മുമ്പിൽ ഇന്ന് പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൊച്ചി നിയോജകമണ്ഡലത്തിൻ്റെ നേതൃത്വം നടത്തുന്ന ഒരു പ്രതിഷേധ ധർണയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഫരീദ്, നമ്മുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി, അദ്ദേഹം വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടില്ല. 1-2 വാക്ക് സംസാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ നിർത്തിക്കൊള്ളാം. നമ്മുടെ സർവീസ് രംഗത്ത് ഇന്നേ വരെ ഇല്ലാത്ത, ചരിത്രത്തിലില്ലാത്ത മോശമായ സാഹചര്യങ്ങളാണ് അടിസ്ഥാന തൊഴിലാളി വർഗത്തിൻ്റെ. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷെയ്ഖ് ഫരീദ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് സേവർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജോർജ് തോമസ് സ്വാഗതം പറഞ്ഞു. കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി TP ജാനേഷ് കുമാർ, KG രാമേന്ദ്രൻ, ജബ്ബാർ, KB ആന്റണി മാസ്റ്റർ, KV ജോസഫ്, K അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ട്രഷറർ ജേക്കബ് കുഞ്ഞുമോൻ നന്ദി പറഞ്ഞു. 65 വർഷക്കാലമായി സംസ്ഥാനത്ത് നിലവിലിരിക്കുന്ന സമയബന്ധിതമായ ശമ്പള പെൻഷൻ പരിഷ്കരണ നീക്കം അട്ടിമറിക്കുവാനുള്ള ശ്രീ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ തെറ്റായ വഞ്ചനാപരമായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കേരളത്തിലെ സർവീസ് പെൻഷൻകാർ ഇന്ന് ഇത്തരത്തിലുള്ള സമര പരിപാടിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. 2021 ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.